നമസ്കാരം. ഹരിതം സുന്ദര പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ 10 ദേശീയ വ്യാപകമായി മത്സ്യകർഷക ദിനമായി ആചരിക്കുകയാണ്. കേരള സംസ്ഥാന സർക്കാർ ജൂലൈ 10 മത്സ്യകർഷക ദിനമായി ആചരിക്കുന്നത് വിപുലമായ ഒരു മത്സ്യോത്സവത്തോടു കൂടിയാണ്. ഈ കഴിഞ്ഞ ജൂലൈ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ വെച്ച് സംസ്ഥാന ഫിഷറീസ് വകുപ്പും അനുബന്ധ ഏജൻസികളും ചേർന്ന് മത്സ്യകർഷക ദിനം സമുചിതമായി ആചരിച്ചു. മത്സ്യോത്സവമാണ് ഇന്ന് ഹരിതസുന്ദരം വിഷയമാക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെയും മത്സ്യമേഖലയിലെ ഉൽപ്പന്നങ്ങളെയും മത്സ്യമേഖലയിലെ വിവിധ വിഷയങ്ങളും പരിചയപ്പെടാൻ ഒരവസരം. കാണാം ഹരിതം സുന്ദരം. രാജ്യത്ത് മത്സ്യകൃഷിയിലൂടെയുള്ള ഉൽപ്പാദന സാധ്യതകൾക്ക് യുഗപ്പിറവി കുറിച്ച ദിനം കൂടിയാണ് ജൂലൈ 10. ഒറീസയിലെ കട്ടക്കിനടുത്തുള്ള കില്ല ഫിഷ് ഫാമിൽ ഇന്ത്യയിൽ ആദ്യമായി പ്രേരിത പ്രജനനത്തിലൂടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിച്ച ദിവസം. അങ്ങനെയാണ് ജൂലൈ 10 ദേശീയ മത്സ്യകൃഷി ദിനമായി മാറിയത്. ഈ ദിനത്തിൽ കേരളത്തിന് അഭിമാനിക്കുവാൻ ഏറെയുണ്ട്. തൃശൂർ ജില്ലയിലെ ഏറിയാട് സ്വദേശി പ്രൊഫസർ അലിക്കുഞ്ഞും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഡോക്ടർ ചൗധരിയും ചേർന്നാണ് കാർപ്പ് മത്സ്യങ്ങളിൽ പ്രേരിത പ്രജനന സാധ്യത കണ്ടുപിടിച്ചത്. എന്തായാലും ദേശീയ മത്സ്യകർഷക ദിനം വലിയ ഒരു മത്സ്യോത്സവമായിരുന്നു അനന്തപുരിക്ക്. ടാഗോർ തിയേറ്ററിൽ ഒരുക്കിയ വിശാലമായ കമാനങ്ങളിലൂടെയാണ് എല്ലാവർക്കും പ്രവേശനം. പൊതുജനങ്ങൾക്കും കർഷകർക്കുമൊക്കെ ഈ പ്രവേശനം സൗജന്യമായിരുന്നു. കയറി ചെല്ലുന്നവരെ ആദ്യം വരവേൽക്കുന്നത് വിശാലമായ ഒരു വർണ്ണമത്സ്യ പ്രപഞ്ചമാണ്. മനമയക്കുന്ന വർണ്ണപ്പൊലിമയോടെ തെളിനീരിനെ കീറിമുറിച്ച് സ്ഫടിക ടാങ്കിന്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്ന് സൗന്ദര്യം കാട്ടുന്ന മാലാഖമാർ. മനം മടുപ്പിക്കുന്ന ടൈം ടേബിൾ ജീവിതത്തിൽ നിന്ന് ആരെയും അവരറിയാതെ മോചിപ്പിക്കുന്ന മത്സ്യസുന്ദരികൾ. അക്വേറിയങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു വർണ്ണമത്സ്യപ്രപഞ്ചം. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഫിർമ എന്ന ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് ഏജൻസിയാണ് വർണ്ണമത്സ്യപ്രപഞ്ചം ഒരുക്കിയത്. ഗൗറാമി മത്സ്യങ്ങളായിരുന്നു ആദ്യം വന്നത്. ഒന്നുമേ അറിയാത്ത പാവങ്ങളാണ് ഗൗറാമികൾ. ശാന്ത സ്വഭാവികൾ. ലാബ്രിന്ത് എന്ന സഹായക ശ്വസനാവയവങ്ങളുള്ള മത്സ്യമാണ് ഗൗറാമി. അതുകൊണ്ട് തന്നെ ചതുപ്പ് നിലങ്ങളിലും മറ്റും ജീവിക്കാൻ ഇവർക്കാവും. കുമിളക്കൂടുകൾക്കുള്ളിൽ ഇണചേരുന്നു എന്നതാണ് ഗൗറാമിയുടെ പ്രത്യേകത. ആഫ്രിക്ക, ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലാണ് ഗൗറാമിക്ക് പ്രചാരമേറെ. സിക്ലിഡുകൾ വലിയ കുടുംബത്തിൽ പിറന്ന മത്സ്യങ്ങളാണ്. ആഫ്രിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും വിശാലമായ തടാകങ്ങളിൽ നീന്തി തുടിക്കുന്നവർ. റിഫ്റ്റും സീബ്രയും ഗോൾഡനുമൊക്കെ ഇവയിൽ വരും. സിക്ലിഡ് കുടുംബത്തിലെ പ്രധാനിയാണ് ഓസ്കാർ. വലിയ അക്വേറിയങ്ങളിൽ വളരാൻ ഇഷ്ടപ്പെടുന്ന മത്സ്യങ്ങൾ. ഒരടി വരെ പൂർണ്ണ വളർച്ചയിലെത്തുന്ന ഓസ്കാർ അമേരിക്കൻ സ്വദേശിയാണ്. ഓസ്കാറിന് മത്സ്യോത്സവത്തിൽ പ്രധാന സ്ഥാനമുണ്ടായിരുന്നു. ഓരോ മത്സ്യവും മറ്റൊന്നിൽ നിന്ന് വർണ്ണങ്ങളിൽ നേർത്ത വ്യത്യാസം ഉണ്ടാകും എന്നതാണ് ഓസ്കാറിന്റെ മേന്മ. പാറകളിലും മണൽത്തരികളിലുമൊക്കെ മുട്ടകൾ ഒട്ടിച്ചു വെക്കാൻ വിദഗ്ധരാണിവർ. എങ്കിലും അപൂർവമായി തള്ളമത്സ്യം കുഞ്ഞുങ്ങളെ തിന്നും എന്ന ഒരപഖ്യാതി കൂടിയുണ്ട്. മഞ്ഞയുടെയും ചുമപ്പിന്റെയുമൊക്കെ മേനിവർണ്ണത്തിൽ അങ്ങനെ വിരാജിച്ചു നിൽക്കും ഓസ്കാർ. അലിഗേറ്റർ മത്സ്യങ്ങൾ ഒരു കൗതുകമാണ്. കാഴ്ചയിൽ മുതലയോട് സമം. സ്വഭാവത്തിലും അവർ വ്യത്യസ്തരല്ല. എങ്കിലും മത്സ്യപ്രപഞ്ചത്തിൽ എപ്പോഴും കൗതുകമാവുന്നവരാണ് അലിഗേറ്ററുകൾ. അതിസുന്ദരിയായ ഒരു തളിക പോലെ ഡിസ്കസ് വന്നു. ആമസോൺ നദിയുടെ പരിലാളനങ്ങളേറ്റ് കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് ഡിസ്കസ് മത്സ്യം. കൊബാൾട്ട്, ടർക്കിഷ്, റോയൽ, നിയോൺ, പിജിയൻ എന്നീ വിവിധ ഇനങ്ങൾ ഡിസ്കസിലുണ്ടെങ്കിലും ചുമപ്പ് നിറത്തിനാണ് ഏറെ പ്രാധാന്യം. മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ശ്ലേഷ്മദ്രവമാണ് ആദ്യഘട്ടത്തിൽ ഡിസ്കസ് ആഹാരമായി തേടുന്നത്. തെക്കേ അമേരിക്കൻ നദികളിൽ അനായാസേന പ്രജനനം നടത്തുന്ന ഡിസ്കസ് കേരളത്തിൽ അപൂർവമായി മാത്രമേ പ്രജനനത്തിന് തയ്യാറായിട്ടുള്ളൂ. മത്സ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും കാർപ്പ് തന്നെ അതിൽ രാജാവ്. കാർപ്പിൽ കോയി കാർപ്പ് തന്നെ അഴകുകൊണ്ട് വ്യത്യസ്തർ. മാരിവിൽ വർണ്ണം തീർക്കുന്ന പ്രഭയാണ് ആ മേനിക്ക്. ചൈനയിൽ പിറവികൊണ്ട ഈ അപ്സരസുകളെ ആരും കണ്ടുനിന്നുപോകും. പിറവി ചൈനയിലെങ്കിലും ജപ്പാൻകാരാണ് ഇവരെ ലോകമാകെ വികസിപ്പിച്ചത്. അനിതര സാധാരണമായ മേനിഭംഗിയും വർണ്ണപ്പൊലിമയുടെ തീഷ്ണ വൈവിധ്യവുമൊക്കെ കാർപ്പുകളെ അനുഗ്രഹിക്കുന്നു.
മേൽത്താടിയിലുള്ള 2 ജോഡി തൊങ്ങലുകൾ കോയിക്കാർപ്പുകളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. ജപ്പാനിലെ യമക്കോഷി ഗ്രാമമാണ് കോയിക്കാർപ്പിനങ്ങളുടെ തറവാട്. വെള്ളമേനിയിൽ ചുമപ്പും മഞ്ഞയും നിറങ്ങൾ വാരിവിതറിയ കോയിക്കാർപ്പുകൾ മത്സ്യോത്സവത്തിൽ കാണികളുടെ മനം കവർന്നു. ദേശീയ മത്സ്യകർഷക ദിനം വെറുമൊരു മത്സ്യോത്സവമല്ല, ജനകീയ മത്സ്യകൃഷിയുടെ 2ാം ഘട്ട വരവിനെ വിളിച്ചറിയിക്കുന്ന വിളംബരം കൂടിയാണിത്. മത്സ്യകർഷകർക്ക് പുരസ്കാരങ്ങൾ, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ, മത്സ്യകർഷകർക്ക് സബ്സിഡി വിതരണം, ഇങ്ങനെ ഒത്തിരി പ്രോജക്റ്റുകൾ മത്സ്യോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലായിടത്തും ശ്രദ്ധാപൂർവം എല്ലാം സംഘടിപ്പിക്കുവാൻ ഫിഷറീസ് വകുപ്പ് മുന്നിൽ തന്നെയുണ്ട്. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പ്രതികരിച്ചു. ഗവൺമെൻറ് 1ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ സുപ്രധാനമായ ചില തീരുമാനം ഞങ്ങൾ ഒരു വർഷത്തിനിടയിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൽ തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്നത് ഈ പഞ്ഞമാസക്കാലങ്ങളിലെ ആശ്വാസം 2700 രൂപയിൽ നിന്ന് 4500 വർദ്ധിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും 10 ലക്ഷം എന്നതിലേക്കൊരു പുതിയ സ്കീം കൊണ്ടുവന്നു. ഭവന നിർമ്മാണത്തിൻ്റെ ഗ്രാൻഡ് എന്നത് 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷമായി ഉയർത്തി. ഇൻഷുറൻസ്, മരിക്കുന്ന തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ കൊടുക്കുന്ന ഇൻഷുറൻസ് ഈ ഡിസംബർ മുതൽ 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി ഉയർത്തി. പിന്നെ മത്സ്യ ഉൽപ്പാദനം, അക്വാകൾച്ചർ, ഉൾനാടൻ മത്സ്യകൃഷിയിൽ നല്ലൊരു സഹായം കൊടുക്കാൻ കഴിയുമാറ് വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 3 ദിവസം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയത് ജൂലൈ 10 ദേശീയ മത്സ്യ കർഷക ദിനമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തുടങ്ങിയത് കർഷക സംഗമത്തിൽ കൂടിയാണ്. മത്സ്യ കർഷകർക്ക് കേരളത്തിലെ ഏറ്റവും നല്ല മത്സ്യ കർഷകൻ 50,000 രൂപ അവാർഡ് കൊടുത്തു. ഏറ്റവും നല്ല ചെമ്മീൻ കർഷകൻ 50,000 രൂപ കൊടുത്തു. ഏറ്റവും നല്ല കരിമീൻ കർഷകൻ 25,000 രൂപ കൊടുത്തു. പിന്നെ എല്ലാ ജില്ലകളിലും, സംസ്ഥാനം കൂടാതെ ജില്ലകളിലും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് 15,000 രൂപ വീതം അവാർഡ് കൊടുത്തു. ഏറ്റവും നല്ല സംസ്ഥാന തലത്തിലുള്ള ഒരു പഞ്ചായത്തും ബാക്കി എല്ലാ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബെസ്റ്റ് പഞ്ചായത്തിനും അവാർഡ് കൊടുത്തു 10,000 രൂപ വെച്ച്. അങ്ങനെ കൃഷി ഒരു വളരെ വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന്. മത്സ്യങ്ങളിലെ റാണിയാണ് സ്വർണ്ണ മത്സ്യങ്ങൾ. തെളിനീരിലൊഴുകുന്ന ഈ മൃദുലാവണ്യം ആരുടെയും കണ്ണുകളിൽ തേരോട്ടം സൃഷ്ടിക്കും. കാഞ്ചനകാന്തിയുടെ അലുക്കുകളിട്ട് ഹൃദയം കവരുന്ന ഇവരുടെ ഉത്ഭവം ചൈനയിലാണ്. ഇന്ന് ലോകമെമ്പാടുമുണ്ട് സ്വർണ്ണ മത്സ്യങ്ങളുടെ കീർത്തി. സ്വാഭാവിക ജലാശയങ്ങളിൽ 1/2 മീറ്റർ നീളം വരെ വളരാൻ ഇവർക്കാകും. എങ്കിലും അക്വേറിയം ടാങ്കുകളിൽ 10 മുതൽ 15 സെന്റിമീറ്ററാണ് പരമാവധി വളർച്ച. പൂച്ച മത്സ്യങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നവരാണ് കാറ്റ്ഫിഷ്. ഷാർക്കുകളാണ് ഈ കുടുംബത്തിൽ മികച്ചു നിൽക്കുക. പെറു രാജ്യത്തിന്റെ പൊന്നോമനകളാണ് ഷാർക്കുകൾ. കൂട്ടമായി കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. മഞ്ഞ നിറത്തിൽ മീശയുമായി നീന്തുന്ന ഇവരെ ഒന്ന് തൊട്ടുനോക്കിയെങ്കിൽ എന്ന് ആരും ആഗ്രഹിച്ചു പോകും. യഥാർത്ഥത്തിൽ ഈ മീശ തന്നെയാണ് ഇവരെ പൂച്ച മത്സ്യമാക്കിയത്. ശിരസിന്റെ അഗ്രഭാഗത്ത് കാണുന്ന നീണ്ട ബാർബലുകളാണ് മീശ. 1 മുതൽ 6 ജോഡി മീശകൾ വരെ ഓരോ മത്സ്യത്തിനും കാണാറുണ്ട്. ചെതുമ്പലുകളില്ലാത്ത മേനി എന്ന പ്രത്യേകതയും ഷാർക്കുകൾക്കുണ്ട്. പൂച്ച മത്സ്യങ്ങളുടെ വിഭാഗത്തിൽ പിറന്നവർ പിന്നെയും ഉണ്ടായിരുന്നു. ബ്രോൺസ് കാറ്റ്ഫിഷും റിയോ നിഗ്രോ കാറ്റ്ഫിഷുമൊക്കെ പ്രദർശനത്തിലെ മുഖ്യ ആകർഷണമായിരുന്നു. ആമസോൺ നദിയിലും ഗയാനയിലുമൊക്കെ നീന്തി തുടിക്കുന്നവരാണ് ടെട്ര മത്സ്യങ്ങൾ. ടെട്രയിൽ ബ്ലാക്ക് വിഡോ ടെട്രയും ആൽബിനോയുമൊക്കെയാണ് ഏറ്റവും മികച്ചവർ. തെക്കേ അമേരിക്കയിലെ നദികളിലെ സ്ഥിരം വാസികളാണ് വിഡോ ടെട്രകൾ. സ്വന്തം മുട്ടകൾ തന്നെ തീറ്റയാക്കുന്ന വികൃതി ഇവർക്കുണ്ട്. ജലസസ്യങ്ങളും കല്ലുകളുമുള്ള വലിയ ടാങ്കുകൾ ഇവർക്ക് വേണ്ടി വേണം. പ്രജനനശേഷം ആൺമത്സ്യങ്ങളെ ഉടൻ മാറ്റുകയും വേണം. മുട്ടയിടുന്ന മത്സ്യങ്ങൾക്ക് ഒരു വിഭാഗമെങ്കിൽ പ്രസവിക്കുന്നവരെയും പ്രദർശനം തഴഞ്ഞില്ല. ഗപ്പിയാണ് ഇവിടെ താരം. ആയിരങ്ങളുടെ മത്സ്യം എന്നാണ് ഗപ്പിയെ അറിയപ്പെടുക. പ്രശസ്ത ഇംഗ്ലീഷ് സസ്യശാസ്ത്രജ്ഞനായ ലാഗ്മീർ റോബർട്ട് ഗപ്പിയാണ് 1866 ഇവരെ കണ്ടെത്തിയത്. വർണ്ണങ്ങളുടെ പൂപ്പാലികയാണ് ആ വാലഗ്രം. അതുകൊണ്ട് തന്നെ റെയിൻബോ ഫിഷ് എന്നും ഇവരെ അറിയപ്പെടാറുണ്ട്. പെറ്റുപെരുകി ജലാശയമാകെ നിറയുന്നവരാണ് ഗപ്പികൾ. ഡെങ്കിപ്പനി പോലെയുള്ള മരണം പെരുകുന്ന ഇക്കാലത്ത് മനുഷ്യർക്ക് കൂട്ടാണ് ഗപ്പികൾ. കൊതുകിന്റെ കൂത്താടികളാണ് ഇവരുടെ ഭക്ഷണം. 1.5 മാസത്തിനുള്ളിൽ ഒരു പെൺമത്സ്യം
30 മുതൽ 50 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്ന പ്രത്യേകത ഗപ്പികൾക്കുണ്ട്. ബാനർ ടെയിലും, ലയർ ടെയിലും, സ്വേഡ് ടെയിലും, സ്ക്വയർ ടെയിലും, സാഷ് ഫ്ലാഗ് ടെയിലും, ഫാൻ ടെയിലും, ഡെൽറ്റ ഫ്ലാഗുമൊക്കെയായി വാലുകൊണ്ട് വിലാസം കാട്ടുന്നവരാണ് ഗപ്പികൾ. പ്രദർശനമാകുമ്പോൾ അതിൽ രാജാവ് കൂടി വേണം. ദൈവത്തിന്റെ മത്സ്യമായ അരോണ അങ്ങനെയാണ് വന്നത്. ദൈവത്തിന്റെ മത്സ്യമെന്നാണ് അരോണയെ അറിയപ്പെടുക. അരോണ വീട്ടിൽ സൂക്ഷിച്ചാൽ ദുഷ്ടലാക്കോടെ ആര് കയറി വന്നാലും വെള്ളം ഇളക്കി പറിച്ച് അവൻ ഇളകി പറയും. നന്മ ഉള്ളിൽ സൂക്ഷിക്കുന്നവരെ കണ്ടെത്താനും അവൻ ഉപകരിക്കും. അതുകൊണ്ട് തന്നെ അരോണയ്ക്ക് ഡിമാൻഡ് ഏറെയാണ്. സിൽവറും ഗോൾഡനുമൊക്കെയായി അരോണ വിലസുന്നു. മത്സ്യത്തിന്റെ നീളത്തിനാണ് വില. ഏഷ്യൻ അരോണയ്ക്ക് ഡ്രാഗൺ മത്സ്യമെന്നും പേരുണ്ട്. നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളിൽ ഇവരും പെടും. സിൽവർ അരോണയ്ക്ക് പച്ചനിറ വാലോ മഞ്ഞനിറ വാലോ കാണാറുണ്ട്. ഗോൾഡൻ അരോണയാകട്ടെ വംശനാശം വന്നിരിക്കുന്നവരുടെ റെഡ് ലിസ്റ്റിൽ പെട്ടതാണ്. അരോണ മത്സ്യങ്ങളെ വെറുതെ എങ്ങനെ വളർത്താൻ പാടില്ല. വിപണനം നിരോധിച്ചിട്ടില്ലെങ്കിലും ജനന സർട്ടിഫിക്കറ്റ്, അംഗീകാര സാക്ഷ്യപത്രം, മൈക്രോചിപ്പ് എന്നിവയുടെ അനൽപ ഗമയുണ്ട് ഇവർക്ക്. 17ാമത് ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഫിഷറീസ് വകുപ്പും അനുബന്ധ ഏജൻസികളും സംഘടിപ്പിച്ച മത്സ്യോത്സവത്തിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളെക്കുറിച്ച് അഡാക്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ശ്രീമതി സന്ധ്യ നമ്മോട് വിശദീകരിക്കുന്നു. നമസ്കാരം മാഡം. നമസ്കാരം. ഈ ഫിഷറീസ് വകുപ്പിൻ്റെ വിവിധ ഏജൻസികൾ, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അത്ര പരിചിതമില്ലാത്ത പല ഏജൻസികളും ചേർന്നാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ? ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ അക്വാകൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജലകൃഷി വികസന ഏജൻസി അഡാക്ക്, ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെൻറ്റ് സൊസൈറ്റി ഫിർമ, മത്സ്യ കർഷക വികസന ഏജൻസി FFDA, ജില്ലാതലത്തിൽ 14 ജില്ലയിലെയും FFDAകൾ, നമ്മുടെ ഫിഷറീസ് ഡയറക്ടറേറ്റിൽ മത്സ്യസമൃദ്ധി സെല്ല്, ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ആണ് ജൂലൈ 10 മത്സ്യ കർഷക ദിനം ആചരിക്കാനായിട്ട് ഞങ്ങൾ നടപടികളൊക്കെ സ്വീകരിച്ചത്. ഹരമായിക്കൊണ്ടിരിക്കുന്ന പുതുമത്സ്യങ്ങളും പ്രദർശനത്തിനുണ്ടായിരുന്നു. ഫ്ലവർ ഹോണാണ് ഇതിൽ താരം. വിഖ്യാതമായ തലമുഴയാണ് ഫ്ലവർ ഹോണിനെ പ്രശസ്തമാക്കിയത്. മലേഷ്യ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഫ്ലവർ ഹോൺ കേരളത്തിലെത്തിയിട്ട് 1 പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ. ഭാഗ്യം കൊണ്ടുവരുന്ന മത്സ്യമായും ഫ്ലവർ ഹോണിനെ കരുതുന്നവരുണ്ട്. മേനിയിൽ സമചതുരമായും ദീർഘചതുരമായും വീഴുന്ന അപൂർണമായ വരകൾ ചൈനീസ് അക്ഷരലിപിയോട് സാമ്യമുള്ളതാണ്. മലേഷ്യക്കാരും തായ്വാൻകാരുമൊക്കെ ഫ്ലവർ ഹോണിനെ ആരാധിക്കുന്നുണ്ട്. ചൈനയിലെ ബുദ്ധവിഹാരങ്ങളിലെ അഭിവാദ്യ പ്രയോഗമായ ലുഹാനാണ് ഫ്ലവർ ഹോണിന്റെ മുതുമുത്തച്ഛൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുതുമത്സ്യങ്ങളായ മൂർ വന്നിട്ടുണ്ട്. കറുപ്പിന്റെയും മഞ്ഞയുടെയും വിളയാട്ടമാണ് ആ മേനി. നെയ്ത്തുവായിലെ ഇഴകൾ അടുക്കിയതുപോലെയുള്ള മേനി ഒരു ശില്പഭംഗി തന്നെ മൂറിന് നൽകുന്നുണ്ട്. മേനിയാകെ പുള്ളി പടരുന്ന കരിമ്പുള്ളിക്കാരനാണ് ടെസ്റ്റാസ്. കറുത്ത കൃഷ്ണമണികളെ വലയം ചെയ്യുന്നത് മഞ്ഞ വളയങ്ങൾ തന്നെ. കൺവിറ്റിനാകട്ടെ മഞ്ഞ മേനിയിൽ കുറുവരകളുണ്ട്. കുറുവരകൾ നീളത്തിലോടും. ആലാസവാലുകൾ കൺവിറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. വിദേശ രാജ്യങ്ങളിൽ, അറേബ്യൻ നാടുകളിൽ പ്രിയമായ സെവറം വന്നിട്ടുണ്ട്. പിങ്ക് നിറമുള്ള മേനിയിൽ കണ്ണുകളാണ് ഏറെ ആകർഷണം. കറുപ്പ് കണ്ണുകൾക്ക് ചുറ്റും പനിനീർപ്പൂവിന്റെ നിറമുള്ള വളയങ്ങൾ തന്നെ സെവറത്തിന്റെ ആകർഷണം. സിക്ലിഡ് കുടുംബത്തിൽ തന്നെ പിറന്നവരാണ് മാലാഖ മത്സ്യങ്ങൾ. പ്രാർത്ഥനാ നിർഭരമാണ് ആ രൂപം. സിൽവറും പേളുമൊക്കെ ഇക്കൂട്ടരിലുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഭാര്യയും ഭർത്താവുമാണ് മാലാഖ മത്സ്യങ്ങൾ. മക്കളെ നന്നായി പോറ്റി വളർത്തും. വൃത്തിയോടും വെടിപ്പോടും കൂടി കുടുംബം സംരക്ഷിക്കും. ജീവിതത്തിന്റെ മധുരമനോഹര വിസ്താരമാണ് ഏഞ്ചലുകളുടെ ഓരോ ഏടും. അതുകൊണ്ട് തന്നെ പരിചരണത്തിലും പരിപാലനത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. മാലാഖ മത്സ്യങ്ങളോട് കിടപിടിക്കുന്ന ഇണജീവിതം നയിക്കുന്നവരാണ് നമ്മുടെ കരിമീനുകൾ. കേരളത്തിന്റെ സ്വന്തം മത്സ്യമായ കരിമീനും പ്രദർശനത്തിൽ സ്ഥാനമുണ്ടായിരുന്നു. വളർത്തുമത്സ്യ മേഖലയിൽ ഇപ്പോൾ പ്രാധാന്യം വന്ന ഒന്നാണ് അക്വാപോണിക്സ്. റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണിത്. മത്സ്യവും പച്ചക്കറിയും ഒരുമിച്ച് വളർത്തുന്ന നൂതന മത്സ്യകൃഷി രീതി. വളരെ കുറഞ്ഞ സ്ഥലമുള്ള കുളത്തിൽ വെള്ളം നിരന്തരമായി റീസർക്കുലേറ്റ് ചെയ്ത് വളർത്തുമത്സ്യത്തിന് ഹാനികരമായ അമോണിയ പൂർണ്ണമായി നീക്കം ചെയ്യുന്ന പ്രക്രിയ. മത്സ്യവിത്ത് വളരെ ചെറിയ സ്ഥലത്ത് വളർത്തി കൂടുതൽ ഉൽപ്പാദനം സാധ്യമാവും. റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം അഥവാ അക്വാപോണിക്സിന്റെ നല്ലൊരു മാതൃക പ്രദർശന നഗരിയിലുണ്ടായിരുന്നു.
കോർഡിനേറ്റർ ഫാത്തിമ പ്രതികരിച്ചു. ഇത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചക്കറി കൃഷിയും മത്സ്യകൃഷിയും കൂടെ സംയോജിപ്പിക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്സ്യകൃഷിയുടെ ടാങ്കിലെ മത്സ്യത്തിൻ്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അമോണിയ നമ്മൾ ഒരു ബയോഫിൽറ്ററിൽ കൂടെ കടത്തിവിടുന്നു. അമോണിയ റിച്ച് വെള്ളം, അമോണിയ ഉള്ള വെള്ളം ഒരു സബ്മേഴ്സിബിൾ പമ്പ് വഴി നമ്മൾ ബയോഫിൽറ്ററിലേക്ക് കടത്തിവിടുന്നു. അവിടെ നമ്മൾ പല തരത്തിലുള്ള മീഡിയം കൊടുത്തിട്ടുണ്ട്. ബയോ ബോൾസ്, ബയോസ്പോഞ്ച്, പിന്നെ നാച്ചുറലായിട്ട് പറയുകയാണെങ്കിൽ കക്ക എന്നിങ്ങനെ. ഇതിൽ കൂടി പോകുമ്പോഴത്തേക്ക് അതിൽ ബാക്ടീരിയ ഉണ്ട്, നൈട്രിഫൈങ് ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അത് ഈ അമോണിയനെ നൈട്രേറ്റ് പിന്നീട് നൈട്രേറ്റ് ആക്കി മാറ്റും. ആ രൂപത്തിൽ മാത്രമേ നമുക്ക് ചെടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിക്ക് വരുമ്പോഴത്തേക്ക് ഗ്രോ ബെഡിൽ ഗ്രാവൽ നിറച്ചിട്ടുണ്ട്. ആ ഗ്രോ ബെഡിൽ ഗ്രാവലിൽ കൂടി വെള്ളം പോകുമ്പോഴത്തേക്ക് ഈ ചെടികൾക്ക് ആവശ്യമായ ഈ നൈട്രേറ്റ് ചെടികൾ വലിച്ചെടുക്കും. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഫിൽട്രേഷൻ, ശുദ്ധീകരണ പ്രക്രിയ നടന്നിട്ടാണ് ഈ വെള്ളം തിരിച്ച് മത്സ്യടാങ്കിലേക്ക് വരുന്നത്. വിവിധ മത്സ്യയിനങ്ങളുടെ പ്രദർശനവും വളർത്തൽ രീതിയും മാത്രമല്ല മത്സ്യോത്സവം. മത്സ്യകർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിനായി നിരവധി സെമിനാറുകളും ഈ ദിവസങ്ങളിൽ നടന്നു. മത്സ്യത്തൊഴിലാളികൾ സ്വന്തമായി നിർമ്മിച്ച വലകൾ, മുളകുറ്റികൾ എന്നിവയുടെ പ്രദർശനമുണ്ടായിരുന്നു. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും നടന്നു. ഏറെപ്പേരെയും ആകർഷിച്ചത് സീ ഫുഡ് കോർണറായിരുന്നു. ഫിഷ് ബിരിയാണി, ഫിഷ് റോള്, നെമ്മീൻ തവ, സമോസ, കട്ട്ലറ്റ് എന്നിവയ്ക്ക് വലിയ ചിലവായിരുന്നു സ്റ്റാളിൽ. മത്സ്യപ്രേമികൾ അത്രയും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. എല്ലാം നന്നായി പാചകം ചെയ്തു നൽകാൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ അമ്മമാരും സഹോദരിമാരും ഉണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് മത്സ്യോത്സവത്തിന്റെ വിജയത്തിന് കാരണം. എല്ലാം നന്നായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയതിന്റെ വിജയമാണ് ഈ കാണുന്നതെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സലീം പറഞ്ഞു. വളരെ അവിചാരിതമായി കാണാൻ പറ്റുന്ന അരോണ, ഫ്ലവർ ഹോൺ, പലതരത്തിലുള്ള ഗോൾഡ് ഫിഷുകൾ, ഗപ്പി, മോളി, പ്ലാറ്റി, അങ്ങനെ ചില കോമൺ ആയിട്ട് കാണുന്ന മത്സ്യങ്ങളെയും അതിൻ്റെ വർണ്ണശബളമായ നിറങ്ങളിൽ, അല്ലെ വർണ്ണശബളമായ മാതൃകയിൽ നമ്മൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അത് കാഴ്ചക്കാർക്ക് കൗതുകം പകരുന്ന തരത്തിലായിരുന്നു നമ്മൾ വിന്യസിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ നമുക്ക് വളരെ ആകർഷകമായി മത്സ്യ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ഈ അക്വേറിയം സ്നേഹികളെയും ഈ വേദിയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിച്ചു. മത്സ്യഫെഡ്, തീരദേശ വികസന കോർപ്പറേഷൻ പോലെയുള്ള ഫിഷറീസിൻ്റെ ഏജൻസികൾ തയ്യാറാക്കിയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വളരെ രുചികരമായ കടൽ വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ രുചി പകരുന്നതും അവരെ ഈ വേദിയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിച്ചു. ഒരുപാട് കുറവുകൾ ഇതിനായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് കുറേ കൂടെ അട്രാക്റ്റീവായിട്ട് കുറേ കൂടെ നല്ല രീതിയിൽ സന്നിവേശിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഒരു കടലിന് പകരം ഒന്നും ആവുന്നില്ല എന്നാണ് പൊതുമതം. കടലിനെക്കുറിച്ച് അറിയുവാനും കടൽ ജീവികളെക്കുറിച്ച് അറിയുവാനും കടൽ തീരത്തെ ജീവിതങ്ങളെക്കുറിച്ച് അറിയുവാനും ഒരു ഒന്നാം തരം അവസരം. മത്സ്യോത്സവം സംഘാടകർക്ക് എല്ലാ ഭാവങ്ങളും നേരം.